വണ്ടിൻ്റെ ക്ലച്ച് ഡിസ്ക് പോയി. അപ്പോൾ വണ്ടിൻ്റെ ക്ലച്ച് ഡിസ്ക് വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് കഴിക്കുകയാണ് വണ്ടിൻ്റെ ക്ലച്ച്. അപ്പോൾ ക്ലച്ച് ഡിസ്ക് പുതിയതല്ല, നിലമ്പൂർ കൊണ്ടുപോയാണ്ട് അത് ലൈനർ അടിച്ചിട്ടാണ്. റെസർവേറ്റ് റീസെറ്റ് ചെയ്യണം. അതിൻ്റെ വീഡിയോയാണ് കേട്ടോ. വർക്ക്ഷോപ്പുകാരുടെ കഴിച്ചിട്ടുണ്ട്. സ്പാൻഡ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്പറോട് പറഞ്ഞാൽ ഹെൽപ്പറും ഉണ്ട് കേട്ടോ കഴിച്ചോ. ബാക്കിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഹെൽപ്പർ. 16 17 14 15 സ്പാൻഡ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്പറോട് പറഞ്ഞാൽ ഇതാ ഹെൽപ്പർ റെഡി അല്ലേ. ആ ഇവിടെ കിടക്കേണ്ടതാ. നൈറ്റ് വർക്ക്, രാത്രി ഡ്യൂട്ടി. പെരുന്നാൾ ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കണോ ഹെൽപ്പർ? ലൈനിൽ പോകണ്ടല്ലേ? ഇവനെ ലൈനിൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ഇവനെ ലൈനിൽ പറഞ്ഞേ. മറ്റേ ഗിയർ ബോക്സൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ലൈനിൽ പറഞ്ഞേക്കും അല്ലേ. മൊത്തം മണിയാണ്. ചായ അടിച്ചോ കുട്ടണിയേ? ചായ അടിച്ചോ? വർക്ക്ഷോപ്പിൻ്റെ കാവൽക്കാരനാണത് അല്ലേ. വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ ഇവൻ്റെ തുണക്കാനോടെ. എൻ്റെ ജോഡിയോടെ അങ്ങായി ഇവൻ്റെ ജോഡി ഉണ്ടല്ലോ. പോവുക എനക്കാ പറ്റിയില്ലേ? ഇവിടെ വാ, എന്നെ വിളിച്ചണ്. സ്പാൻഡർ പോയിക്കൊണ്ട് ചെല്ല്. ഇവിടെ ഗിയർ ബോക്സ് ഇറക്കുകയാണ്. ഇജ്ജ് പോയിട്ടോ. ഇജ്ജ് പോലട്ടോ. ആരെന്നാ അതിൻ്റെ വാല് 12,000 കൊല്ലം ഓടക്കോലിട്ട നീരില്ലാണത്. അതിൻ്റെ മറ്റേ ഇത് നീർന്നിക്കണതാ വാല്. അതൊക്കെ പയമൊയൊക്കെ വെറുതെയാണ്. ഇതിൻ്റെ വാല് ഇതാ നീർന്നിക്കണത്. ഇജ്ജ് പോലട്ടോ. ഇവിടെ സാധനം കഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഡിസ്ക് കഴിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ മേൽനോട്ടേ നോക്കാണ്ട് ദൂരം പോലെ ഇവിടെ നോക്ക്. അതിനകത്ത് ജോഡിയോടെ എൻ്റെ തുണക്കാനോടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലോട്ടറിക്കാരനും വന്നിക്കണം. എത്തന്നെ ലോട്ടറിയിൽ പിന്നെ ആണ് അവിടെ കിട്ടുന്നില്ല. ഏതായാലും നിങ്ങൾക്കൊരു സംഗതി നല്ലത്. ആ ഇപ്പം മറ്റേ വർക്ക്ഷോപ്പിലെ ആളാണ്, മെയിൻ ആളാണ്. മറ്റേ ഹെൽപ്പറാണ്. ഇപ്പം മെയിൻ ഫിറ്ററാണ്. നിങ്ങൾ വാലുണ്ട്. നിങ്ങൾ ആരാ പറഞ്ഞത് വാല് മറ്റേ ഓടക്കോലിട്ടാൽ നീരൂലാന്ന്? പല വാല് തീർന്നിക്കണല്ലോ. ഇന്നലെയും വർക്ക്ഷോപ്പിലായി, ഇന്നും വർക്ക്ഷോപ്പിലായി. കൊണ്ടേ സാധനം ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലച്ച് കഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിച്ച് നിലമ്പൂർക്ക് കൊണ്ടാണോ? മീനോറ പഠിക്കലേ? ആ മഞ്ചേരിക്കല്ല, മീനോറ പഠിക്കൊക്കെ പോലെ. നമ്മളെ തുണക്കാരനാണ്. അവിടെ കൊണ്ടേ അടിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പെരുന്നാൾ ഫുള്ള് വണ്ടീൻ്റെ തലയില്ലേ, ഒന്നിനും ഇതായില്ല. ഇനി ഇത് പണി കഴിഞ്ഞാണ്ട് സൈഡാക്കിയിട്ട് വേണം എടുക്കലും പോകണമെങ്കിൽ. 2 ദിവസം. ഓക്കെ കേട്ടോ. അവരെ കഴിച്ചണം ശരിയാണോ? നോക്ക്, ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യ്. ഇവിടെ കിടക്കണ്ട്. ഒന്ന് ലേശം വാട്ടണ്ടേന്ന് രാത്രിയൊക്കെ നിന്നിട്ടേ. ഗിയർ ബോക്സ് വല്ല താങ്ങിയാണ്ട് വല്ല ഇറക്കി. ഗിയർ ബോക്സ് ഇറക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവും ക്ലച്ച് ഡിസ്കും ബസർ പ്ലേറ്റും. ആ നമ്മൾ ഇരുമ്പം കണ്ടാണ് റെഡി ആയിക്കൊണ്ട് നിലമ്പൂർ പോവാം. ഇരുമ്പം കണ്ടെത്തുമ്പോൾ വെച്ചിട്ടാ പോവാം. ഇതിൽ കണ്ടീനില്ലേ? അല്ലേ നോക്കിയാൽ ഇത് ക്ലച്ച് ഡിസ്ക് കമ്പനി സാധനം വാങ്ങിയണതേ. ഒറിജിനല് അടിച്ചിടുന്നതും ഒറിജിനലുമാണൊക്കെ കണക്കനല്ലേ. ഇതൊന്നും വലിയ പയക്കായിട്ടില്ലേ. അവിടെ നോക്കിയാൽ 4,600 റുപ്യാണ് ഒറിജിനല്. അടിച്ചിടാനത്ര 1,000-1,500 റുപ്യറ്റുള്ളൂ. പക്ഷേ അവനെന്താ വെച്ചാൽ ചെറുതായിട്ട് തുടങ്ങിയപ്പോൾ അതിൽ നിർത്തിയതാണിത്. മറ്റേ പൊടുത്തം മുട്ടല്ലേ. അവിടെ കയറി വിറ്റൊക്കെ വരച്ചില്ലേ. ആ ജാഗ് കിട്ടണം. നിലമ്പൂർ കൂടെ റെഡി ആയിക്കൊണ്ടോ? ഈ ബസർ പ്ലേറ്റ് കൊണ്ടാണോ?
ആ അടുത്ത് ഇതാക്കല്ലേ. ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് അപ്പോൾ ക്ലച്ച് ഡിസ്കിൻ്റെ പ്രഷർ പെയിൻ്റെ കംപ്ലൈൻ്റ് ആണ്. രണ്ടും ഉണ്ടല്ലേ. ചാക്കൊക്കെ നിലമ്പൂർ പോവാം. അപ്പോൾ കമ്പനി സാധനം എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നുമില്ലല്ലേ. അപ്പോൾ അടുത്ത് ഇതാക്കിയാണതേ. ഞാൻ വരുമ്പോഴത്തേനും അതിൻ്റെ ആ ലീക്കൊക്കെ ആക്കണ്, ആ ഹൈഡ്രോളിക്കിൻ്റെ ഓയിലേ ലീക്കാക്കണ അതൊക്കെ നിർത്തിട്ടോ. വേറെ വണ്ടിമ്പോൾ ലീക്കിൽ ഓയിൽ ലീക്കിലൊക്കെ നിർത്തിട്ടോ, തീർക്കിട്ടോ. പിന്നെ നമുക്ക് ഇനി ഒരു അവസരം കിട്ടൂല. അവിടെ ഒക്കെ എല്ലാ ലീക്കും നിർത്ത്. അങ്ങോട്ട് കൊണ്ടു വണ്ടി നമുക്ക് കൊണ്ട് വണ്ടിമൊക്കെ കൊണ്ട് നിലമ്പൂർ പോവാം. ഞാൻ കയറട്ടെ. അവിടെ ചെയ്യലേ കുഞ്ഞോടൊന്നുമില്ലല്ലോ. അങ്ങനെ നിലമ്പൂർ എത്തിയാണ് വീട് തുറന്നു അല്ലേ. നമ്മളെ തുണക്കാരൻ്റെ വീടാണിത്. നമ്മളേ നല്ല ലൈനർ ഏതാല്ലേ? നല്ല ലൈനർ ഏതാല്ലേ? ആ നല്ല ടൈപ്പ് ഇട്ടായി. ചാവാലി സാധനം ഇടണ്ട. കുറച്ച് കൊല്ലങ്ങളോളം വീട് കിട്ടണം കേട്ടോ. നല്ലത് ഇട്ടാൽ മതി. നല്ല കമ്പനീൻ്റെ ഇട്. അപ്പോൾ ക്ലച്ച് ഡിസ്ക് മാത്രം മാറ്റിയാൽ മതിയില്ലേ? പ്രഷർ പ്ലേറ്റ് മാറ്റണ്ട. പ്രഷർ പ്ലേറ്റ് മാറ്റണമെങ്കിൽ മാറ്റിക്കോട്ടോ. പിന്നീട് കഴിച്ചാൽ നിൽക്കണ്ട. ഞാൻ ഇപ്പോൾ എന്താ അറിയോ, അഡ്വാൻസായിട്ടേ കേട് നിന്ന് മറ്റേ കേടായാണ്ട് വയൽ നിൽക്കണ്ടെന്ന് എഴുതിയിട്ടാണ്. മഞ്ചേരിക്കാരനാണത്, നമ്മളെ കമ്പനിക്കാരനാണോ. ഞാൻ എത്ര 15 കൊല്ലത്തെ പരിചയമല്ലേ? 25 കൊല്ലമൊക്കെ ആയിക്കൂലേ? 98 യാമിലി 98 കാലഘട്ടത്തിൽ ഞാനോനും പരിചയപ്പെട്ടാണ്. ഓൻ ഈ മേഖലയിൽ, ഞാനും ഈ മേഖലയിൽ. പക്ഷെ അന്ന് നമ്മൾ ടിപ്പറിലല്ല. എത്ര ഇപ്പോൾ ലൈനർ അടിച്ചാൽ വേണ്ട 2000 പറഞ്ഞടാ. ജയ് എത്ര മാള അത് പ്രശ്നമുള്ള കേസല്ല. ജയ് നല്ലത് നോക്കി കൊടുക്കട്ടെ ടൈം ലൈനർ. ഞാൻ എൻ്റെ കമ്പനിക്കാരനാണെന്ന് ഇല്ലോണ്ട് നല്ലത് നോക്കിക്കൊണ്ട. ഏറ്റവും നല്ലത്. ഇനി 10-500 ഏറെ തരാം, എന്നാലും കുഴപ്പമില്ല. നല്ല സാധനം വിറ്റാക്കിയായി. ഇതിനെ വളർത്താൻ നടക്കാനോ വണ്ടി ഓടുമ്പോൾ. അതിനപ്പോൾ വണ്ടി വൈക്കണീന് മുന്നേ തന്നെ കഴിച്ചത്. നല്ല സാധനം നോക്കിക്കൊണ്ട. ഇനി പിന്നെ കട നമ്മൾ വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. മിനർ പഠിക്കൽ കേട്ടോ. ഇഞ്ചിക്കലാൻ്റെ നേരെ ഓപ്പോസിറ്റ് മേലെ. എൻ്റെ പേര് പറഞ്ഞാൽ മതി. നല്ലത് കുടുക്കി തരുമോ? നമ്മളെ കുട്ടിയാണോ? ലൈനറൊക്കെ പുതിയത് അടിച്ച് ചാക്ക് കെട്ടി പോവാണ്. ഈ സാധനം ഇപ്പം പണ്ടായിരുന്നത് ആ കൊടുത്ത പൊട്ടീന്. മറ്റേതൂലേ ഇതും കൊടുത്താൻ പൊട്ടീന്. പുതിയത് അടിച്ചാണ്ട് ചാക്കിൽ കെട്ടി തരികയാണ്. ഇനി വണ്ടൂർ പോട്ടെ, വണ്ടിമേ കൊണ്ടുപോയി കൊടുക്കാം. എന്നാൽ ഞാൻ പോയിട്ടോ. എന്നിട്ടേ ഇനി ഇത് തേയ്മാനം തേഞ്ഞ് കഴിഞ്ഞിട്ട് വരണ്ടേ. ഞാൻ അടുത്ത സീസണിൽ വരണ്ടേ. ഓക്കെ എന്നാൽ ക്ലച്ച് ഡിസ്കും ബസർ പ്ലേറ്റും കിട്ടി വണ്ടിമേ കൊടുക്കുകയാണത്. നമ്മളെ നായ അവിടെ ഉണ്ട് കേട്ടോ. റെഡി ആയിട്ടിരിക്കണ നായി. അങ്ങനെ ക്ലച്ച് ഡിസ്കും ബസർ പ്ലേറ്റും കുടുക്കി കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ലൈനർ എടുക്കട്ടോ. ഏറ്റവും നല്ല ലൈനർ, നല്ല ഐറ്റംസ്. വില കൂടിയാലും പ്രശ്നമല്ല. അതാ ഏറ്റവും നല്ലത്. ലീക്ക് നല്ലത് മതി. നല്ലത് തുണക്കാരൻ നല്ല നിലക്ക് ഇഞ്ഞ പറ്റിച്ചില്ലേ? ഇതല്ല ആരും പറ്റിച്ചില്ലല്ലേ? നല്ല വേണ്ട. ഇതാണ് നല്ല ഐറ്റം. ഇതിലേതാ നല്ലത്? ഇരിക്കാൻ നോക്കിയാൽ മനസ്സിലാവില്ല. നല്ലത് ഏതാ വെച്ചാൽ വിട്. പൈസ പ്രശ്നമല്ല. ആ എന്താണല്ലേ കമ്പി. ഈ കമ്പി കമ്മിയിലെത്തല്ലേ? ഇതാ കമ്പി കമ്മിയില്ലേ? ഇത് നല്ല കമ്പിയില്ലല്ലേ? ഇതാ ഏറ്റവും നല്ലത്. എന്നാ ഏറ്റവും നല്ലത്. പണം പോയി പവർ വരട്ടെ. പണം പോയാണ് പവർ വരട്ടെ. ആ നല്ല ടൈം എല്ലാ ലോഡ് എടുക്കലുണ്ട്.
ബസർ പേറ്റ് ഇപ്പം എന്താ കാട്ടണ്? എന്താ കാട്ടണ്ട്? ഒന്ന് അരതി കൊടുക്കല്ലേ? അതിന് കുഴപ്പമൊന്നുമില്ലല്ലേ? ക്ലച്ചിൻ്റെ ലൈനർ കഴിഞ്ഞാണല്ലേ? ക്ലച്ച് ലൈനർ അപ്പോൾ കഴിച്ച നന്നായല്ലേ? അതിന് വജ്ജിൽ നീനില്ലേ? കുഴപ്പമില്ല, വജ്ജിലെക്കലില്ല. നമ്മൾ മറ്റേ ക്ലീനർ പാട് എടുത്തോണ്ടേ ഒരുവിധ സാധനമൊക്കെ വജ്ജിലെക്കാനാകുമ്പോൾ നമുക്ക് തന്നെ അറിയും. അതുകൊണ്ടപ്പോൾ കഴിച്ചേ കൽപ്പിച്ചുട്ടി കഴിച്ചാണത്. കേടുണ്ടായിട്ട് കഴിച്ചൊന്നുമല്ല, ചെറിയൊരു ടച്ച് റേസിങ് വന്ന് അതിൽ വന്ന് കഴിച്ചു നോക്കിയാണ്. അതുകൊണ്ടിപ്പോൾ എന്തായി കഴിച്ചിട്ടായി. ലൈനറൊക്കെ കഴിഞ്ഞ് കമ്പി വരത്തിന് തുടങ്ങിന്. ചെക്കപ്പ് ഹൗസിങ്ങിന് പോയാലൊക്കെ നോക്ക്. ജോയിൻ്റ് കൊടുക്കിയതാലോ പരിപാടി കഴിച്ചാനായി. ഇനി ചെറിയ ചെറിയ പണികളുള്ളൂ. അത് കഴിഞ്ഞാലേ ഇപ്പോൾ ഇതിമൊന്നും പേരുള്ളൂ. പെരുന്നാളിൻ്റെ തലേന്നാട് നേരത്തെ പറഞ്ഞാലേ ചെയ്ത്താൻ ചെമ്പട്ടിയേറ്റന്മാർ ഇതും കൊണ്ട് നടക്കണേ പണിയോട് പണി. ഇന്നലെ ഒരു 5000 ഉണ്ടാവും, ഇന്നും കുറച്ച് പൈസ, ഒരു 10-16 റുപ്യ ഇപ്പം അങ്ങോട്ട് പോയി. എടാ ചിത്ത് പറയും നോക്കിയാ ചെക്ക് ഹൗസിങ്ങിൽ ഓയിലൊക്കെ ചെക്ക് ചെയ്യട്ടോ. ആകെ കുഴങ്ങിയോ? ഈ ചോറിന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ പോരെ ഒരു ഹാഫ് ബീഫും ചോറും കഴിക്കാം. ഞാൻ പോരെ പോരെ. അങ്ങനെ ക്ലച്ച് ഡിസ്ക് ഒക്കെ ലൈനർ അടിച്ച് കൊടന്ന് അത് കുടുക്കിക്കൊണ്ടൊക്കെ ഉണ്ട്. ഇതിപ്പം ശരി മറ്റേ പെരുന്നാളും 2ാം പെരുന്നാളും ചെയ്ത്താൻ ചെമ്പേറ്റിമാർ ഇതിൻ്റെ വെളുത്താൽ അങ്ങനെ നടക്കണം. പണി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണം. നടക്കണ വണ്ടി ഓരോരോ പണി കിട്ടണമാണ് ഇപ്പോൾ ഇതൊക്കെ. അതോടുകൂടിയാണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. സാധനങ്ങളൊക്കെ കുടുക്കി ഇവിടുന്ന് എടുക്കണം കേട്ടോ.